ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CPM നേതാവും കുന്നംകുളം മുൻ MLAയുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ. മലയ്ക്കപ്പാറയിലും വാൽപ്പാറയിലും കാട്ടാന ആക്രമണം. മലയ്ക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. വാൽപ്പാറയിൽ വീടിന് നേരെ ആക്രമണം. ചെമ്മാപ്പിള്ളി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ഭണ്ഡാരങ്ങളും ഓഫീസിലെ മേശയും തകർത്ത് 10,000 രൂപയോളം കവർന്നു. ചാവക്കാട് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. വിഷയം പരിഗണിച്ച ഹൈക്കോടതി വിലക്ക് നീട്ടുകയായിരുന്നു. സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും കോടതി നൽകി. അതുവരെ ടോൾ പിരിക്കേണ്ടതില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടെന്നും അപകട സാധ്യത നിലനിൽക്കുന്നതായും ജില്ലാ കളക്ടർ കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്ക് നീട്ടി കോടതി ഉത്തരവിട്ടത്. ഹർജി വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കും. CPM നേതാവും കുന്നംകുളം മുൻ MLAയുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ നടക്കും. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK രാമചന്ദ്രൻ, UP ജോസഫ് എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2006 മുതൽ 2016 വരെ കുന്നംകുളത്തിന്റെ MLA ആയിരുന്നു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറിയായും DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. CPM തൃശൂർ ജില്ലാ മുൻ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, നിയമസഭാ സ്പീക്കർ AM ഷംസീർ തുടങ്ങിയവർ അനുശോചിച്ചു. ബാബു എം പാലിശ്ശേരിക്ക് കുന്നംകുളം നഗരം യാത്രാമൊഴിയേകി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിൽ 100 കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഏറെക്കാലം സെക്രട്ടറിയായി പ്രവർത്തിച്ചും പാർട്ടിയെ നയിച്ചും സജീവ സാന്നിധ്യം അറിയിച്ചിരുന്ന K. കൃഷ്ണൻ സ്മാരക ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരിക്കൽ കൂടി ബാബു എം പാലിശ്ശേരി എത്തി. നിശ്ചല സാന്നിധ്യമായി. സഹപ്രവർത്തകരായിരുന്ന സഖാക്കളും നേതാക്കളുമെല്ലാം അവസാന നിമിഷങ്ങളിലും ഒപ്പമുണ്ടായി. പാർട്ടി പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ നേതാക്കളും സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരുമാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗവും MPയുമായ K. രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, MLAമാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, UR പ്രദീപ്, സേവ്യർ ചിറ്റിലപ്പിള്ളി, CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, കോൺഗ്രസ് നേതാക്കളായ മുൻ MLA PA മാധവൻ, മുൻ DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ആന ഉടമസ്ഥ സംഘം ഭാരവാഹി K. മഹേഷ് ഉൾപ്പെടെയുള്ളവരും ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. 1 മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം 5:30 വിലാപയാത്രയായി
മൃതദേഹം കടവല്ലൂർ കൊരട്ടിക്കരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി. 10 വർഷം ജനപ്രതിനിധിയായി ബഹുഭൂരിപക്ഷ സമയവും ചെലവഴിച്ച കുന്നംകുളം നഗരത്തിന്റെ വികാര വായ്പകൾ ഏറ്റുവാങ്ങിയായിരുന്നു ജന്മനാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടക്കയാത്ര. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ബാബു എം പാലിശ്ശേരിയെ അനുസ്മരിച്ച് സഹപ്രവർത്തകരും പാർട്ടി നേതാക്കളും. സമരരംഗങ്ങളിൽ ധീരമായ നേതൃത്വമാണ് ബാബു നൽകിയത്. ജില്ലയിലെ ആയിരക്കണക്കിന് യൂണിറ്റ് ഭാരവാഹികളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബാബുവിൻ്റെ പ്രവർത്തന മേഖല വളരെ വൈവിധ്യപൂർണമായിരുന്നു. ആനത്തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു അദ്ദേഹം. ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ നേതാവായിരുന്നു. ആന ഉടമാ സംഘത്തിന്റെ ഭാരവാഹിയായിരുന്നു. ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള വൈവിധ്യപൂർണമായ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. സാംസ്കാരിക രംഗത്തെ ഒരു നിറസാന്നിധ്യമായിരുന്നു. ചില ടെലിഫിലിമുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ നിലയിൽ തൃശ്ശൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിഭയാണ് അകാലത്തിൽ നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ സമരോത്സുകമായൊരു ജീവിതമായിരുന്നു. DYFIയുടെ ഒക്കെ ഏറ്റവും സമരഭരിതമായൊരു കാലഘട്ടത്തിൽ നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. MLA ആയി 2 തവണ കുന്നംകുളത്ത് നിന്ന് ജയിച്ചപ്പോൾ കുന്നംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. സിനിമയും നാടകവും ഗ്രന്ഥശാല പ്രസ്ഥാനവും വായനയും എഴുത്തുമൊക്കെ ആയിട്ടുള്ള എല്ലാ മേഖലയിലും വ്യാപരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി സഖാവ് ബാബു പാലിശ്ശേരി ജില്ലയിലെ പ്രസ്ഥാനത്തിലും നിറഞ്ഞു നിന്നിരുന്നു. സംസ്ഥാനത്തെ യൂത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തനത്തിലും നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. 90 മുതൽ DYFIയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നീട് പാർട്ടി രംഗത്തും പ്രവർത്തിച്ചു. 2006 അദ്ദേഹം ആദ്യമായിട്ട് അസംബ്ലിയിൽ എത്തിയത്. അന്ന് ഞാൻ നിയമസഭാ സ്പീക്കറായിരുന്നു 5 വർഷക്കാലവും. തുടർന്ന് 2011 മുതൽ 2016 വരെ MLA എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ കുന്നംകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത്. അസംബ്ലിയിൽ കുന്നംകുളത്തിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്തത്, പൊതുവായ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബാബു പാലിശ്ശേരി. തീർച്ചയായും അദ്ദേഹം എക്കാലത്തും ഇവിടെ സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. CITUവിൻ്റെ ജില്ലാ ഭാരവാഹിയുള്ള ഒരാളായിരുന്നു. പിന്നെ കുന്നംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2 പ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും അപ്പോൾ ആ നിലയിൽ കുന്നംകുളത്തിൻ്റെ സമഗ്ര വികസനത്തിൽ വലിയ സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും CPM സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, തൃശ്ശൂരിനെ സംബന്ധിച്ച്, തൃശ്ശൂർ ജില്ലയിൽ വലിയ നഷ്ടമാണ്. സഖാവിൻ്റെ വേർപാട് പുരോഗമന പ്രസ്ഥാനത്തിന് വിശിഷ്യ CPIM വലിയ നഷ്ടം തന്നെയാണ്. തീർച്ചയായും സഖാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പോരാട്ടങ്ങളും സമരങ്ങളും തുടരുക തന്നെ ചെയ്യും. സഖാവിൻ്റെ ഉജ്ജ്വലമായ നേതൃത്വത്തിൽ നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മ ഈ ഘട്ടത്തിൽ പറയുന്നു. സഖാവിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മലയ്ക്കപ്പാറയിലും വാൽപ്പാറയിലും വീണ്ടും കാട്ടാനയാക്രമണം. മലയ്ക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. കേരള ചെക്ക് പോസ്റ്റിനടുത്തുള്ള മുരുകൻ എന്നയാളുടെ കടയാണ് ആനക്കൂട്ടം തകർത്തത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. കടയ്ക്കകത്ത് തീറ്റ തേടിയെത്തിയ ആനകളാണ് ആക്രമണം നടത്തിയത്. മുൻഭാഗത്തെ വാതിൽ തകർത്ത ആനകൾ കടയ്ക്കുള്ളിലെ സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ട് നശിപ്പിച്ചു. തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കിയാണ് ആനകളെ തുരത്തിയത്. വേനൽക്കാലത്ത് മലയ്ക്കപ്പാറയിൽ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് പതിവാണ്. വാൽപ്പാറയിൽ വീടിനു നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ വീടിന്റെ ജനലും വാതിലും തകർന്നു. ചെമ്മാപ്പിള്ളി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ശ്രീകോവിലിന്റെയും നാഗപ്രതിഷ്ഠയുടെയും മുന്നിലെ ഭണ്ഡാരങ്ങളും ഓഫീസ് മുറിയിലെ മേശയും പൊളിച്ചിട്ട നിലയിലാണ്. സമീപത്തു നിന്നും 2 വലിയ കമ്പികളും അരിവാളും കൽപ്പണിക്കാർ ഉപയോഗിക്കുന്ന കൊലരിയും കണ്ടെത്തി. നേരത്തെ ഓഫീസ് മുറിയും ഭണ്ഡാരവും കുത്തിപ്പൊളിച്ച് 5000 രൂപയോളം കവർച്ച ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇവ മാറ്റിയ നിലയിലാണിപ്പോൾ. ഏകദേശം 10000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വയനാട് സ്വദേശിയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ഷർട്ടിടാതെ പാന്റ് ധരിച്ച യുവാവിന്റെ ദൃശ്യമാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയകുമാറിന്റെ നേതൃത്വത്തിൽ SI KK സുനിൽകുമാറാണ് കേസ് അന്വേഷിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സ്കൂളിൽ മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം രൂപയാണ് നഷ്ടപ്പെട്ടത്.
ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ജില്ലയിലെ 25 പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ കൂടി നിശ്ചയിച്ചു. ചൊവ്വന്നൂർ, പഴയന്നൂർ, മുല്ലശ്ശേരി, കൊടകര ബ്ലോക്കുകളിലെ 25 പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളാണ് നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന നറുക്കെടുപ്പിലാണ് 94-ലെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പട്ടികജാതി, വനിത എന്നീ വിഭാഗങ്ങൾക്കായി വാർഡുകൾ നിശ്ചയിച്ചത്. ജില്ലയിലെ പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ വാർഡ് നറുക്കെടുപ്പ് വ്യാഴാഴ്ച വരെ തുടരും. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കാറളം താണിശ്ശേരി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ മിഥുനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അയൽവാസിയായ കാട്ടുങ്ങൽ വീട്ടിൽ ബിജുവിനെ വഴിയിലെ പുല്ല് വെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് മിഥുൻ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വടിവാൾ കൊണ്ട് തലയിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാട്ടൂരിൽ കളർ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിച്ച് ലോട്ടറി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. തയ്യൂർ സ്വദേശി മാങ്കൂട്ടത്തിൽ സജീഷിനെയാണ് കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 5000 രൂപയുടെ സമ്മാനം നേടിയ ലോട്ടറിയുടെ വ്യാജ കളർ ഫോട്ടോസ്റ്റാറ്റ് ഹാജരാക്കി 15,000 രൂപ പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നു. സമ്മാനമായി വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയും കാട്ടൂർ ഹൈസ്കൂളിന് സമീപം കട നടത്തുന്ന നെല്ലിപ്പറമ്പിൽ തേജസാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ മാസം 27-ന് ബൈക്കിലെത്തിയ സജീഷാണ് തട്ടിപ്പ് നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ല സ്വദേശി സച്ചുവാണ് അറസ്റ്റിലായത്. മൊബൈൽ ആപ്പായ സ്നാപ്ചാറ്റിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും മെസ്സേജുകൾ അയച്ച് പരിചയപ്പെട്ടാണ് പ്രതി ലൈംഗികാതിക്രമത്തിനിരയാക്കിയത്. ഇരിങ്ങാലക്കുട SHO KJ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിക്കുകയും കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നത്തങ്ങാടി സ്വദേശി ചിറ്റൂർ വീട്ടിൽ റിനീഷാണ് അറസ്റ്റിലായത്. കുന്നത്തങ്ങാടി സ്വദേശി പള്ളിക്കര വീട്ടിൽ ഷിഹാബിനാണ് മർദ്ദനമേറ്റത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടങ്ങോട് സ്വാമിപ്പടി കൈതോറക്കുളം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കുളം സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ സ്വാമിപ്പടി പാടശേഖരത്തിനോട് ചേർന്നാണ് കൈതോറക്കുളമുള്ളത്. ഏകദേശം 1/2 ഏക്കറോളം വിസ്തൃതിയുള്ള പഞ്ചായത്ത് കുളം പുല്ലും പാഴ്മരങ്ങളും വളർന്ന് കാട് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. കാർഷിക ജലസേചനത്തോടൊപ്പം പ്രദേശവാസികൾ കുളിക്കുവാനും തുണി അലക്കുവാനും ഉപയോഗിച്ചിരുന്ന കുളം 15 വർഷത്തിലധികമായി ഉപയോഗശൂന്യമാണ്. കുളം നവീകരിക്കണമെന്ന് മാറി മാറി ഭരിച്ച ത്രിതല പഞ്ചായത്ത് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിച്ചില്ല. കോൺഗ്രസും CPM-ഉം BJP-യും വാർഡ് മാറി മാറി ഭരിച്ചെങ്കിലും കുളത്തിന്റെ പുനരുദ്ധാരണം നടത്താൻ വിമുഖത കാണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇപ്പോൾ ഒരു 10-17 കൊല്ലമായിട്ട് ഇതിനോട് ഒരു പഞ്ചായത്തും ഒരു ഗവൺമെൻറ്റും ഒരു അനുകൂലങ്ങളും കിട്ടാതെ വളരെയധികം മോശമായ അവസ്ഥയിലാണ് ഈ കുളം നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും മാർക്സിസ്റ്റിൻ്റെ ഭരണകാലത്തും BJP-യുടെ ഭരണകാലത്തും ഈ വാർഡിൽ 3 ഭരണകക്ഷികളും മാറി മാറി ഭരിച്ചിട്ടും അവരുടെ അടുത്ത് പോയിട്ട് കണ്ടിട്ടടക്കം നമ്മൾക്ക് ഈ കുളത്തിന് ഒരു അനുകൂലം പോലും കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ ഈ പ്രദേശവാസികൾ ആരെ പോയി കാണണം എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്. പുല്ലുമൂടി പറമ്പ് പോലെ കിടക്കുന്ന കുളം അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കുളത്തിൽ വീണ പോത്ത് പുല്ലിനുള്ളിൽ കുടുങ്ങി കരകയറാൻ കഴിയാതെ ചത്തു. നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കുളത്തിലേക്ക് ഇറങ്ങാൻ പോലും സാധിച്ചില്ല. കുളം നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഗ്രാമസഭയിലും പഞ്ചായത്തിലും നിരന്തരം അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്.
ഈ പ്രദേശത്തെ കർഷകർ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നീന്തൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും വസ്ത്രങ്ങൾ കഴുകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരു കുളമാണിത്. പക്ഷേ 10-15 വർഷമായിട്ട് ഈ കുളം നവീകരിക്കാനോ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ത്രിതല പഞ്ചായത്തിൽ നിന്നോ മറ്റ് സർക്കാർ മേഖലകളിൽ നിന്നോ ഒരു രൂപ പോലും ഫണ്ട് കിട്ടാതെ ഇന്ന് ഈ കുളം ഇത് കുളമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പഞ്ചായത്തിലെ ഒട്ടനവധി കുളങ്ങൾ ഇതിനോടകം ഭരണസമിതികളുടെ സഹകരണത്തോടെ പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കുളത്തിന്റെ നവീകരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV എരുമപ്പെട്ടി. വള്ളത്തോൾ നഗർ താഴപ്രയിൽ വീട്ടുമുറ്റത്തെ പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. കിണറിന്റെ പകുതി ഭാഗം സ്ഥിതി ചെയ്യുന്നത് പാറശാല വീട്ടിൽ സുബ്രഹ്മണ്യൻ എന്ന തങ്കുവിന്റെ വീടിനോട് ചേർന്നാണ്. ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തു വന്നപ്പോഴാണ് വീടിനു മുന്നിലെ ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കിണർ ഇടിഞ്ഞു താഴ്ന്നത് കണ്ടത്. ഇതോടെ വീട്ടുകാർ ആശങ്കയിലാണ്. പഞ്ചായത്തിൽ അറിയിച്ചതിനെ തുടർന്ന് ഉന്നത സംഘം പരിശോധന നടത്തി. കടുത്ത വേനലിലും വെള്ളം ലഭിക്കുന്ന കിണറാണ് ഇടിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന നെല്ലായി പന്തല്ലൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പന്തല്ലൂർ കപ്പേള പരിസരത്ത് നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, പഞ്ചായത്ത് അംഗം KK രാജൻ, PR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചേലക്കര പഞ്ചായത്ത് മൃഗാശുപത്രി കെട്ടിട നിർമ്മാണോദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ VS സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡീന ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവിനെ റൂറൽ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പാപ്പിനിവട്ടം വലിയകത്ത് വീട്ടിൽ ഫജേർ സെയ്ദ് സലാമിനെയാണ് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വഴിമുട്ടുന്നു. മണൽ ലോറികളുടെ പാച്ചിലിൽ വലഞ്ഞ നാട്ടുകാർ. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി റോഡ് മണൽ ലോറികളുടെ യാത്ര മൂലം തകർന്ന നിലയിലാണ്. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. മണൽ കയറ്റിയ കൂറ്റൻ ടോറസ് ലോറികൾ പതിവായി കടന്നുപോകുന്നത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുകയാണ്. റോഡ് തകർന്നതിനു പുറമെ കുടിവെള്ള പൈപ്പ് തകരാറിലാകൽ, മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കൽ, അപകട ഭീഷണി തുടങ്ങിയ പ്രശ്നങ്ങളും നാട്ടുകാർ നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കാരണം ചില കുടുംബങ്ങൾ താൽക്കാലികമായി താമസം മാറിയതായും നാട്ടുകാർ പറയുന്നു. പുല്ലൂറ്റ് ഉഴത്തകടവ് മുതൽ മഞ്ഞനപ്പള്ളി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാകും. തകർന്നടിഞ്ഞ് ഇപ്പോൾ പൈപ്പ് ലൈൻ മുഴുവൻ പൊട്ടി മതിലുകളെല്ലാം വീഴുന്നൊരവസ്ഥയിൽ വളരെ മോശം അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും പ്രായമായവർക്ക് ആസ്മയുള്ളവരൊക്കെ മുഴുവൻ ചികിത്സ തേടേണ്ട അവസ്ഥ. ചില ആളുകളൊക്കെ വാടക വീടെടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ട അവസ്ഥ. ഇവിടെ ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഏറെ ശ്രമപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിലെ കുഴികൾ വലുതാകുമ്പോൾ ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കുന്നതല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രി മുഴുവൻ പാഞ്ഞു പോകുന്ന മണൽ ലോറികൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. മണൽക്കടത്ത് അവസാനിക്കുമ്പോഴേക്കും റോഡില്ലാതാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തങ്ങാലൂർ ദേവമാത ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന സംസ്ഥാനതല ഷോട്ടോക്കാൻ കരാട്ടെ ടൂർണമെന്റിൽ തൃശൂർ ഷോട്ടോക്കാൻ കരാട്ടെ അക്കാദമി 237 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഷോട്ടോക്കാൻ കരാട്ടെ അക്കാദമി കേരള ചീഫ് ജോൺസൺ, ഫാദർ ഷാജു എടമന എന്നിവർ ചേർന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകി. ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ സംസ്ഥാന പ്രസിഡന്റും സീനിയർ കരാട്ടെ അധ്യാപകനുമായ ജിജോ കുര്യൻ ട്രോഫി ഏറ്റുവാങ്ങി. വിവിധ ജില്ലകളിൽ നിന്നായി 600ഓളം കരാട്ടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രക്ഷോഭം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക, യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, പൊടിശല്യം ഒഴിവാക്കുക, റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 16-ന് പ്രതിഷേധ ജാഥയും യോഗവും നടത്തുമെന്ന് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ പറഞ്ഞു. പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നാഷണൽ ഹൈവേ 66-ൻ്റെ വികസനം അതിന് 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ജനാവലിയും ആണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രൂക്ഷമായ പൊടിശല്യം. എങ്ങനെയാണ് പൊടിശല്യം ഉണ്ടായത്? വരവൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കൂർക്കച്ചന്തയും കൂർക്ക ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ TA ഹിദായത്തുള്ള, PK യശോദാമണി, വിമല പ്രഹ്ലാദൻ, V സക്കീന തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ അമ്യൂണിറ്റി സെന്ററിലെ സിഗ്നേച്ചർ ഷോപ്പിൽ പുതിയതായി ആരംഭിച്ച ഭക്തകുചേലൻ ഹാൻഡിക്രാഫ്റ്റ് സംരംഭം നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷെഫീർ, ബിന്ദു അജിത് കുമാർ, കൌൺസിലർ ബിബിത മോഹൻ, വ്യവസായ ഓഫീസർ P. സിന്ധു, കോർഡിനേറ്റർ VS ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് റിട്ടയേർഡ് ബാങ്ക് മാനേജറിൽ നിന്ന് 13 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിലായി. വെള്ളിക്കുളങ്ങര മാവിൻചുവട് സ്വദേശി തെക്കുപുറം വീട്ടിൽ ജിൻസനാണ് അറസ്റ്റിലായത്. കൊടകര സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ജീവിതോത്സവം സമാപിച്ചു. സമാപന യോഗം ചാലക്കുടി DYSP C. ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. NSS ക്ലസ്റ്റർ കൺവീനർ PP സന്ധ്യ, പ്രിൻസിപ്പൽ KP ലിയോ, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 7 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സുരക്ഷിതമായ യാത്രയൊരുക്കുമെന്ന് ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി അറിയിച്ചു. സ്വാഗത സംഘം ഓഫീസിൽ ചേർന്ന യോഗം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ PM ബാലകൃഷ്ണൻ, തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KP ബിന്ദു, പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ നായർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K. പ്രദീപ്, ജലീൽ പാണക്കാടൻ, അലി അഷ്കർ, ജോസ് ജോസഫ്, ലിൻഡോ വടക്കൻ, V. അൻഫാസ് എന്നിവർ സംസാരിച്ചു. MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പഴയന്നൂർ കുന്നത്തറ ശ്രീശൈലം വീട്ടിൽ രാജന്റെയും പ്രീതിയുടെയും മകൻ ശ്രേയസ് S. നായരെ UR പ്രദീപ് MLA അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ശ്രീജയൻ, KM അസീസ്, AB നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര ഗ്രാമകുളം കാർത്തിയേനി ഭഗവതി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അഷ്ടമംഗല പ്രശ്നത്തിന് തുടക്കമായി. പട്ടാമ്പി ആമയൂർ N. വേണുഗോപാൽ പണിക്കരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുത്തൂർ സുരേഷ് ബാബു പണിക്കർ, ശിവപ്രസാദ് പണിക്കർ, തിരുവത്ര വിപിൻ പണിക്കർ എന്നിവർ സഹ ആചാര്യന്മാരായാണ് ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് VR ദേവദാസ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്.
സ്വർണം ഗ്രാമിന് 11,765 രൂപ, പവന് 94,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CPM നേതാവും കുന്നംകുളം മുൻ MLAയുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ. മലയ്ക്കപ്പാറയിലും വാൽപ്പാറയിലും കാട്ടാന ആക്രമണം. മലയ്ക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. വാൽപ്പാറയിൽ വീടിന് നേരെ ആക്രമണം. ചെമ്മാപ്പിള്ളി തെക്കിനിയടുത്ത ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ഭണ്ഡാരങ്ങളും ഓഫീസിലെ മേശയും തകർത്ത് 10,000 രൂപയോളം കവർന്നു. ചാവക്കാട് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം നടന്ന സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.